I regularly practice self-inquiry meditation in the early morning. Yet I have not experienced a state of blankness in my mind. ഞാൻ കൃത്യമായി എല്ലാ ദിവസവും രാവിലെ സെൽഫ് എൻക്വയറി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. യെറ്റ് ഐ ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് എ സ്റ്റേറ്റ് ഓഫ് ബ്ലാങ്ക്നെസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സ് ബ്ലാങ്ക് ആകുന്നൊരവസ്ഥയുണ്ടല്ലോ, ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, ഒരു ശൂന്യതയുണ്ടല്ലോ, ഒഴിഞ്ഞ പ്രദേശം പോലെ. അങ്ങനൊരവസ്ഥ എൻ്റെ മനസ്സിൽ ഉണ്ടാകാറില്ല എന്നാണ് പറയുന്നത്. അതായത് എ സ്റ്റേറ്റ് ഓഫ് ബ്ലാങ്ക്നെസ് ഇൻ മൈ മൈൻഡ്. മനസ്സവിടെയുണ്ട്, പക്ഷേ അതിലൊന്നുമില്ല. അതാണ് ബ്ലാങ്ക്നെസ് ഇൻ മൈ മൈൻഡ്. മനസ്സവിടെയുണ്ട്, പക്ഷെ ചിന്തകളൊന്നുമില്ല. നമ്മൾ ചോദിക്കണം, ഇത് പോസിബിൾ ആണോ എന്ന് ചോദിക്കണം. ബ്ലാങ്ക് മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും പോസിബിൾ ആണോ? ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് എ മൈൻഡ് വിതൗട്ട് തോട്ട്? മഹർഷി പറയുന്നു ഉപമയിൽ തന്നെ, അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് മൈൻഡ്. അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് മൈൻഡ്. ചിന്തകളില്ലാതെ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഓക്കെ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ മൈൻഡ് എന്നുള്ള ചോദ്യമുണ്ട്, 8ാമത്തെ ചോദ്യം ഉപമയിൽ. അതിൻ്റെ ഉത്തരത്തിലാണ് മഹർഷി ഇത് പറയുന്നത്. നേച്ചർ ഓഫ് ദ മൈൻഡ്, മൈൻഡിനെ കുറിച്ച് പറയുക. അതിൽ പറയാണ്, ചിന്തകളില്ലാതെ മനസ്സില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ബ്ലാങ്ക് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സിമോറൺ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെയാ. ഓക്കെ, പരസ്പര വിരുദ്ധമായ ഒരു സംഗതിയാണ് ബ്ലാങ്ക് മൈൻഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവമില്ല. കാരണം മൈൻഡ് എന്ന് പറഞ്ഞാൽ ചിന്തയാണ്. ചിന്ത വരുമ്പോൾ പിന്നെ മനസ്സ് ബ്ലാങ്കാന്ന് പറയാൻ പറ്റില്ല. ചിന്തയില്ലെങ്കിൽ മനസ്സില്ല. അപ്പോൾ ചിന്തയില്ലാത്ത മനസ്സിനെ ബ്ലാങ്ക് മൈൻഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം മനസ്സ് എന്ന് പറയുന്നത് ചിന്തയാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. സോ ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ ബ്ലാങ്ക് മൈൻഡ്. നിങ്ങൾ എത്ര മനസ്സിൽ വർക്ക് ചെയ്താലും ആ മനസ്സ് ബ്ലാങ്ക് ആവില്ല. ഓക്കെ, മനസ്സില്ലാതെയാവും, മനസ്സ് ബ്ലാങ്ക് ആവില്ല. മനസ്സ് ബ്ലാങ്ക് ആവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഇത് ചെയ്യുന്നവനുണ്ടല്ലോ, ഡൂവർ എന്ന് പറയും അല്ലേ, ആ കർമ്മം ചെയ്യുന്നവൻ, ആ വ്യക്തി അവിടെ ഉണ്ടല്ലോ മനസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ് എന്ന് പറയുന്ന ഒരു ഞാൻ അവിടെ ഉണ്ട്. ആ ഞാനാണ് ഈ മനസ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊരു ബ്ലാങ്ക് ആയിട്ടുള്ള മനസ്സിനെ സാങ്കല്പികമായി സൃഷ്ടിക്കാൻ നോക്കുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ വൈ ഇസ്ൻറ്റ് ദെയർ ബ്ലാങ്ക്നെസ് ഇൻ മൈ മൈൻഡ് എന്നാണ് ചോദ്യം അല്ലേ. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ബ്ലാങ്ക്നെസ് ഇല്ലാത്തത് എന്നായിരുന്നു മെയിനായിട്ടുള്ള ചോദ്യം വന്നത്. വിച്ച് മീൻസ് അവർക്ക് വേണ്ടത് ഇങ്ങനൊരു സംഭവമാണ്. ദിസ് ഇസ് ദ ബ്ലാങ്ക് മൈൻഡ് ഇൻ ദിയർ എക്സ്പീരിയൻസ്. ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഈഗോ ഉള്ളപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ല. ഞാൻ ഈ ശരീരമാണ് എന്നുള്ള തോന്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് വരുന്നു, ചിന്തകൾ വരുന്നു, ബ്ലാങ്ക് മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ബേസിക്കലി സെൽഫായിട്ട് ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് മനസ്സിനെ ബ്ലാങ്ക് ആയിട്ട് കാണണം. അങ്ങനെയായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് പോസിബിൾ ആണോ? ഇത് പോസിബിൾ അല്ല. കാരണം സെൽഫായിട്ട് നിലകൊള്ളുമ്പോൾ എന്തില്ല? ഈഗോ ഇല്ല. അതായത് ഞാൻ ശരീരമാണ് എന്നുള്ള ബോധമില്ല. കുറച്ചു നേരം നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ബോധം പോലും ഇല്ലാതെയാവും. നിങ്ങളവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ എവിടെയും പോയില്ല. പക്ഷെ ഞാൻ ഈ ശരീരമാണെന്നുള്ള ഒരു തോന്നലോ ഒന്നും ഉണ്ടാവില്ല. സോ യു വിൽ ബി സിംപ്ലി ഷൈനിങ് ആസ് എ സെൽഫ്. അപ്പോൾ അവിടെ മനസ്സില്ല. അപ്പോൾ മനസ്സില്ലാത്തപ്പോൾ ബ്ലാങ്ക് മൈൻഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം മൈൻഡ് ഉണ്ടാവണമെങ്കിൽ ഈഗോ ഉണ്ടാവണം. ഇതൊരു നോ മൈൻഡ് വേണമെങ്കിൽ പറയാം. മനസ്സില്ലാത്ത അവസ്ഥയാണ്. പിന്നെന്താ ഉള്ളത്? ഓൺലി ദ സെൽഫ്. സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരമല്ല. അത് ബേസിക് ആയിട്ടുള്ള മാർഷ്യൽ ടീച്ചിങ്സിൽ വരുന്നുണ്ട്. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ ഇന്ദ്രിയങ്ങളല്ല, നിങ്ങൾ പ്രാണനല്ല, നിങ്ങൾ ഇൻ്റലക്റ്റ് അല്ല, ഇതൊന്നുമല്ല, മനസ്സൊന്നുമല്ല, ഇതൊന്നുമല്ലാത്ത, എന്നാൽ ഇതെല്ലാം ഉള്ള മറ്റൊരു സത്തയാണ് നിങ്ങൾ. അതിനാണ് സെൽഫ് എന്ന് പറയുന്നത്. അതാണ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബ്രഹ്മൺ. എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. കഴിയുന്നതും പേര് വിളിക്കാതിരിക്കുക നല്ലത്. പേര് വരുമ്പോൾ അതിന് ഒരു പേരായല്ലോ. അപ്പം അവിടെ നിൽക്കാൻ ഈഗോനൊരു സ്ഥാനം കിട്ടി. അപ്പോൾ ഒന്നും പറയാതിരിക്കുക നല്ലത്. ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പേരും കൊടുക്കരുത്, ഒരു രൂപവും കൊടുക്കരുത്. പലരും പറയുന്നുണ്ട്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കാണാൻ നോക്കുന്നത് ഈഗോ ആണ്. ഈഗോ ഇല്ലെങ്കിൽ ഒന്നും കാണാനില്ല അവിടെ. റൈറ്റ്?
അപ്പോൾ ഈ പ്രോസസ്സിൽ നിങ്ങളൊന്നും കാണില്ല. വേറെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ എംപ്റ്റിനെസ്സിൽ ഇങ്ങനെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നില്ല. എംപ്റ്റിനെസ്സിൽ നിന്ന് വീണ്ടും എനിക്ക് വേറെ എവിടേക്കും പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ എംപ്റ്റിനെസ് ആണ്. എവിടേക്കാണ് പിന്നെ പോകുന്നത്? നിങ്ങൾ എംപ്റ്റിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാമാണ്, യുവർ കോൺഷ്യസ്നെസ്. പക്ഷേ ആ ഒരു സ്റ്റേറ്റിൽ നമുക്ക് സമയം അധികം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഈഗോ തലപൊക്കുന്നത്. ചെറിയ ചെറിയ ചോദ്യങ്ങളായിട്ട് ഈഗോ പുറത്തോട്ട് വരും. അപ്പോൾ മഹർഷിയുടെ ടീച്ചിങ് പ്രകാരം നമ്മൾ ഹൂ എം ഐ, എന്ത് ചിന്ത വന്നാലും ഈ ചിന്ത ആരിലേക്കാണ് വരുന്നത് എന്ന് ചോദിച്ചുവല്ലോ. എന്നിട്ട് നമ്മൾ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഞാൻ ആര് എന്ന്. അപ്പോൾ ആ കാണുന്നത്, മുകളിൽ കാണുന്നത് ഐ എന്നുള്ളത് ചെറിയ ഒരു ഐ ആണ്, അതാണ് ഈഗോ. താഴെയുള്ളത് മൈ സോൾസ് എന്ന് പറയുന്നത് സെൽഫാണ്, അതാണ് യഥാർത്ഥ നിങ്ങൾ, അല്ലെങ്കിൽ ആരാണോ ചെയ്യുന്നത് അവർ. ഹൂ എം ഐ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് മുകളിലത്തെ ഐയെക്കുറിച്ചാണ്. അന്വേഷിക്കുന്നതും മുകളിലുള്ള ഞാൻ, അന്വേഷിക്കുന്ന വസ്തുവും അത് തന്നെ. ഞാൻ എന്നെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പം എനിക്ക് പുറത്തോട്ടൊന്നും നോക്കാൻ പറ്റില്ല, എനിക്കൊന്നും കാണാൻ പറ്റില്ല, എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. കാണലും കേൾക്കലൊക്കെ നടത്തുന്നതിന് പുറത്തോട്ടാണ്. പകരം നമ്മൾ വളരെ സൂക്ഷ്മമായി നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ബോധത്തെ ഉള്ളിലേക്ക് തിരിച്ചുവിടണം. ഞാൻ എന്നെ തന്നെ അറിയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. ഏതൊരു സംഗതിയും എന്നെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ സഹായി എന്നെ പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു സഹായവും വേണ്ട. ഞാൻ ആര് എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് മറ്റൊരു വസ്തുവിൻ്റെ ആവശ്യമില്ല, മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ല. നിങ്ങൾക്കവിടെ ഒരു ഗുരുവിൻ്റെ സഹായം വേണ്ട, നിങ്ങൾക്കവിടെ ഒരു ഈശ്വരൻ്റെ സഹായം വേണ്ട. നിങ്ങളാണ് ഈ ഗുരു, നിങ്ങളാണ് ഈ ഈശ്വരൻ. നിങ്ങൾ നിങ്ങളെ തന്നെ അന്വേഷിക്കുമ്പോൾ മറ്റെല്ലാം നിങ്ങൾ വെടിയണം. യു മസ്റ്റ് ലെറ്റ് ഗോ ഓഫ് എവറിഥിങ്. എന്തിനെങ്കിലും നിങ്ങൾ പിടിച്ചു നിന്നാൽ ആ പിടിച്ചു നിൽക്കുന്ന വസ്തുവാണ് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റിന് കാരണം. അതാരുമായിക്കോട്ടെ. ശരിയായ ഭക്തി നിങ്ങൾക്ക് നിങ്ങളോട് വേണമെന്ന് പറഞ്ഞാൽ ആ ഭക്തി നിങ്ങളുടെ സോഴ്സിലേക്കാണ് പോകേണ്ടത്. പുറമേ ഉള്ളൊരു വസ്തുവിലേക്ക് ആകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നമ്മളെ അറിയാൻ കഴിയില്ല. മറ്റുള്ള പല സംഗതിയെയും അറിയാൻ സാധിക്കും, പക്ഷേ മറ്റുള്ള പല സംഗതിയെയും അറിയുന്നത് ആരാണ്? ചെറിയ ഐ ആണ്. ആ ചെറിയ ഐ എന്തിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഞാൻ ഈ ചെറിയ ഐ ആയി നിൽക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റില്ല. സോ ഹൂ എം ഐ എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിനൊന്ന് തിരിക്കും. മനസ്സിനെ തിരിച്ചാലും ഒന്നും കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ ശരീരം അല്ല ശരിക്കും ഇവിടെ, മറ്റെന്തോ ഉണ്ട്. ഞാൻ ശരീരമാണ് എന്ന് പറയുന്ന ഒരു ഞാനുണ്ടല്ലോ, ആ ഞാനിന് ശരീരമില്ല. ഞാൻ ശരീരമാണ് എന്ന് പറയുക ചെയ്യുന്നത്, പക്ഷേ ആ ഞാൻ ശരിക്കും ആ ശരീരത്തിനും മുമ്പാണ്. എൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ മനസ്സിന് മുമ്പാണ് ഞാൻ. എല്ലാം ഈ ഞാനിലാണ് വന്ന് അടിഞ്ഞുകൂടുന്നത്. എല്ലാം ഷീറ്റ്സ് ആണ്, ഉറകളാണ്. എല്ലാം സൂപ്പർ ഇമ്പോസിഷൻസ് ആണ്. അതിനെല്ലാം മുമ്പാണ് നിങ്ങൾ. അതാണ് ഹൂ എം ഐ എന്ന അന്വേഷണം. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അന്വേഷണം ചെയ്തുകൊണ്ടേയിരിക്കണം. വേണമെങ്കിൽ രണ്ടാമത്തെ മഹർഷി പറഞ്ഞ ക്വസ്റ്റ്യൻ വെൻസ് എം ഐ എന്ന് ചോദിക്കാനാണ്. വെൻസ് എം ഐ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെൻസ് എന്ന് പറഞ്ഞാൽ ഫ്രം വെയർ എന്നാണ്. ഫ്രം വെയർ ഡസ് ദ ഈഗോ റൈസ് എന്നാണ്. അല്ലെങ്കിൽ ഫ്രം വെയർ ഡസ് ദിസ് ഐ റൈസ് എന്നും ചോദിക്കാം. ഈ ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത്? സോഴ്സിൽ നിന്നാണ്, അല്ലേ? ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ പറയും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ഞാൻ വന്നത്. എൻ്റെ സോഴ്സ് എവിടെയാണ്? ഞാൻ എവിടെയാണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നത് എന്ന് വെച്ചാൽ അങ്ങനെ പറയാം, അല്ലേ? നിങ്ങളൊരു സ്ഥലം വരെ പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ചോദിക്കുക എവിടെ നിന്നാണ് വന്നത് ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ? ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു, ഞാൻ പള്ളിയിൽ പോയിരുന്നു, ഞാൻ അമ്പലത്തിൽ പോയിരുന്നു എന്ന് പറയില്ലേ? അതുപോലെ ഇത് ആ ശരീരമല്ല. ഞാൻ ശരീരമാണ് എന്നൊരു തോന്നലുള്ളൊരു ഞാൻ അവിടെ ഉണ്ട്. ആ ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത്? ഫ്രം വെയർ ഡസ് ദ ഈഗോ റൈസ്? അപ്പോൾ അറിയാതെ സോഴ്സിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടും. വെയർ ഡസ് ദ സൺ റൈസ് എന്ന് ചോദിച്ചാൽ
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്രദ്ധ എവിടേക്ക് പോകും? കിഴക്കോട്ട് പോയില്ലേ? അവിടെയാണല്ലോ സൂര്യൻ ഉദിക്കുന്നത് അല്ലേ? എപ്പോൾ ചോദിച്ചാലും അവിടേക്ക് പോകുള്ളൂ. അർദ്ധരാത്രിയായാലും നട്ടുച്ചയ്ക്കായാലും സൂര്യൻ എവിടെയാണ് ഉദിക്കുക വെച്ചാൽ ഒറ്റത്തരേ ഉള്ളൂ, കിഴക്ക്. എന്ന് പറഞ്ഞ പോലെ ഈ ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, എന്നിൽ നിന്ന് തന്നെ. അതാണ് ശരിയായ ഞാൻ. ആ ശരിയായ ഞാനെൻ്റെ ബോധം എനിക്കുള്ളപ്പോൾ ഈഗോ എന്ന ബോധം ഉണ്ടാവില്ല, നശിച്ചു പോകും, ഇല്ലാതെയാവും. ഈഗോ നശിക്കുമ്പോൾ ചിന്തകൾ ഉണ്ടാവില്ല. ചിന്തകളില്ലെങ്കിൽ പിന്നെ ഉള്ളത് ആനന്ദമാണ്, കാരണമില്ലാത്ത ആനന്ദം. ആണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്ത് എന്ന് പറയുന്നത് ഈ സോഴ്സാണ്. സത് ചിത്ത്, അതാണ് നിങ്ങൾ. പ്യോർ എക്സിസ്റ്റൻസ്, ദാറ്റ് ഇസ് വാട്ട് യു ആർ, വിത്തൗട്ട് നെയിം ഓർ ഫോം. നിങ്ങളുടെ പേരൊക്കെ ശരീരത്തിന് കൊടുത്ത പേരാണ്. നിങ്ങളല്ലാതെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. കാലം പോലും ഈഗോനുള്ളതാണ്. സെൽഫിന് കാലമില്ല. കാലദേശത്തിന് അതീതമാണ് യഥാർത്ഥ നിങ്ങൾ. ആ യഥാർത്ഥ നിങ്ങൾക്ക് ജന്മമില്ല, മരണമില്ല, ഒന്നുമില്ല. അവിടേക്ക് എത്താനാണ് നമ്മൾ ഈ പണി മുഴുവൻ ചെയ്യുന്നത്, ഈ പ്രയത്നം ചെയ്യുന്നത്. ഇതിനാണ് ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. മഹർഷി പറയുന്നത് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ശാശ്വതമായ സമാധാനത്തിനും സന്തോഷത്തിനും ഒരേ ഒരു വഴി മാത്രം. നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ ആര് എന്ന്. നിങ്ങൾക്ക് വേണ്ടി ആർക്കും ഇത് ചെയ്തു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. സ്വയം കണ്ടെത്തുക, സ്വയം റിയലൈസ്ഡ് ആവുക. അതിനാണ് സെൽഫ് റിയലൈസേഷൻ, അവേക്കനിങ്, എൻലൈറ്റൻമെൻറ്റ് എന്നുള്ള പല പേരുകളിലും അറിയപ്പെടുന്നത്. ഇതെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഈഗോ ആണ്. ഈഗോന് ഇത് ലഭിക്കില്ല. ഈഗോൻ്റെ തലത്തിലല്ല ഇതൊന്നും. ഈഗോ ഇത് ആശിച്ചിട്ട് കാര്യമില്ല. പുള്ളിയില്ലാതെ ആവണം, എങ്കിലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഒട്ടും സമാധാനം തരാത്ത ഒരു വ്യക്തി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടെങ്കിൽ പുള്ളി ആഗ്രഹിക്കുകയാണ് എനിക്കിവിടെ സമാധാനം വേണം എന്ന്. സമാധാനം ഉണ്ടാവുമോ? പുള്ളി ഒഴിഞ്ഞു പോയാൽ മതി, പിന്നെ ബാക്കി നിൽക്കുന്നത് സമാധാനമാണ്. ഒട്ടും സമാധാനം തരാത്ത ഒരാൾ നമ്മളെ വീട്ടിലുണ്ട്, പുള്ളി പറയാണ് ഈ വീട്ടിൽ എനിക്ക് സമാധാനം വേണം, ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. പുള്ളി ഒഴിഞ്ഞു പോവുക വേണ്ടത്. ഒരിക്കലും സമാധാനം കിട്ടാത്തത് ഒരു ഞാനുണ്ട് എൻ്റെ ഉള്ളിൽ. അതിനാണ് ഈഗോ എന്ന് പറയുന്നത്. ഈ ഞാൻ ഒഴിഞ്ഞു പോകണം. അതിനാണ് മനോനാശ എന്ന് പറയുന്നത്. മനസ്സിനെ നശിപ്പിക്കലാണ്. ആ ഞാൻ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി, പിന്നെ സന്തോഷമായി. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ട് എന്ന ഫീലിംഗ് ആയിരിക്കും അവിടെ. കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്. നിങ്ങൾ സർവ്വവ്യാപിയാണ്. നിങ്ങൾക്ക് ജന്മമില്ല, മരണമില്ല, ഈശ്വരനാണ്. ഇതാണ് ശരിക്കും ജ്ഞാനമാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. രമണ മഹർഷി ഇത് തന്നെയാണ് പല പല ടീച്ചിങ്സിലൂടെയും എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എത്തും. ഇതൊന്നും എനിക്കില്ലാച്ചാൽ ഞാനതിനെ ചെയ്യണമെന്ന ചോദ്യം വരുമല്ലേ? ഇതാണ് ശരിക്കും സത്വാസന എന്ന് പറയുന്നത്. ഇത് വേണം എന്ന തോന്നലുള്ള ഞാൻ ഒരു പ്രത്യേക ഞാനാണ്. കുറേ കടമ്പകൾ കടന്ന്, കുറേ ജന്മങ്ങൾ താണ്ടി സഫിഷ്യൻ്റ്ലി ഞാൻ പ്യുവറായി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ആത്മവിചാരം ചെയ്യാനൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ക്ലാസ് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നത്. നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒന്നുണ്ട്. അസദ്വാസനയാണ്. മറ്റേത് നമ്മൾ ഒന്നും ചെയ്യില്ല. മറ്റേത് നമ്മൾ താൽക്കാലികമായിട്ടുള്ള പല നടപടി എടുക്കും. താൽക്കാലികമായിട്ട് ഒരു സംഭവം ഇതിനകത്തില്ല. നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ മനസ്സിൽ ഈ ആത്മവിചാരം ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ആ സംശയത്തെ കൊണ്ടുവരിക. അത് വന്നോട്ടെ. നമ്മളൊന്നിനെയും മാറ്റി നിർത്തുന്നില്ല. ആ ചിന്ത ചിലപ്പോൾ ഒരു സംശയമായിരിക്കാം, ഒരു ചോദ്യമായിരിക്കാം. എന്തുമായിക്കോട്ടെ, let it come. Allow that thought to come. ആ ചിന്ത വരുമ്പോൾ
ആർക്കാണ് ഈ ചിന്ത ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കാം. ഒരു സംശയവുമില്ലാതെ എനിക്ക് എന്ന ഉത്തരം വരുമല്ലോ. ആ എനിക്ക് എന്നുള്ള ഉത്തരം എവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കിയ ശേഷം ആ ഞാൻ ആര് എന്ന് അന്വേഷിക്കാം. മനസ്സിന്റെ പ്ലെയിനിൽ നിൽക്കാതെ, ശരീരത്തിന്റെ തലത്തിൽ നിൽക്കാതെ, ഞാൻ എന്ന ഫീലിംഗ് എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് എന്നിൽ നിന്നും ഞാൻ എന്ന ശബ്ദവുമായി ഉയരുന്നത്? അതറിയാനുള്ള ഒരു ജിജ്ഞാസയാണ് നമുക്ക് വേണ്ടത്. അതാണ് ഹു ആം ഐ. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഈ പ്രാക്ടീസിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ മനസ്സിലേക്ക് കടന്നു വന്നാൽ മനസ്സിലാക്കണം, നിങ്ങൾ ഈഗോ ആയി മാറി, നിങ്ങൾ ആ ചെറിയ ഞാൻ ആയി മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിൽ വന്ന ചോദ്യത്തിന്, ഉയർന്ന സംശയത്തിന് മറുപടി കാണുന്നതിന് പകരം ആർക്കാണ് ഈ സംശയമുണ്ടായത്, ആരിലേക്കാണ് ഈ ചിന്ത വന്നത് എന്ന് അന്വേഷിക്കുക. ഞാൻ ആര്? ഓരോ നിമിഷവും മനസ്സ് പുറത്തോട്ട് ചാടിക്കൊണ്ടേയിരിക്കും. മനസ്സിന്റെ സ്വഭാവമാണത്. ഓരോ പ്രാവശ്യവും ചാടുന്ന സമയത്ത് വീണ്ടും തിരിച്ചു പിടിക്കുക. എവിടെ നിന്നാ വന്നത്? Whence am I? ഏതൊരു പോയിന്റിൽ നിന്നാണല്ലോ ഇത് ഉയർന്നു വരുന്നത്. ആ ഒരു പോയിന്റ് ഏതാണ്? എന്ന അന്വേഷണ ബുദ്ധിയോടെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കണം. ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നത് ഈഗോ ആണ്. ഇപ്പോൾ ചിന്തകൾ വരുന്നില്ല എന്ന് പറയുന്നത് ഈഗോ ആണ്. ഹാവു, ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആയ അവസ്ഥ എനിക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ഈഗോ ആണ്. ഒരു ചെറിയ ചലനം പോലും വന്നു കഴിഞ്ഞാൽ ആ ചലനത്തെ സൃഷ്ടിക്കുന്നത് ഈഗോ ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വീണ്ടും അന്വേഷിക്കണം, ആരാണിത് പറഞ്ഞത്, ആരിലേക്കാണിത് വന്നത്, എവിടെ നിന്നാണ് വന്നത് എന്ന് വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് ടേക്കിംഗ് ദ ജേർണി വിത്ത് ഹിം into the depths of your being. അതാണ് സെൽഫ് എക്സ്പ്ലോറേഷൻ. ഇത് ചെയ്യുമ്പോൾ മറ്റൊന്നിനും നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല. ഒരേ ഒരു താല്പര്യം മാത്രം, ഞാൻ ആര് എന്നറിയണം. ഞാൻ ആര് എന്നറിയാതെ എനിക്ക് എൻ്റെ കുടുംബത്തോട് ധർമ്മം ചെയ്യാൻ കഴിയില്ല, എൻ്റെ കർമ്മത്തോട് ധർമ്മം ചെയ്യാൻ കഴിയില്ല. ധാർമ്മികമായി എന്ത് ചെയ്യണമെങ്കിലും ആദ്യം ഞാൻ ആര് എന്നറിഞ്ഞിരിക്കണം.
ചിന്തകളുടെ വഴിയിലൂടെ പോയാൽ നിങ്ങൾ അവയാൽ കൊണ്ടുപോകപ്പെടും എന്നാണ് മഹർഷി പറഞ്ഞത്. അനന്തമായ കുരുക്കു വഴിയിൽ നിങ്ങൾ നട്ടം തിരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചിന്തകളുടെ വഴിയാൽ പോകേണ്ട കാര്യമില്ല. ചിന്തകൾക്ക് സമാധാനം കാണേണ്ട കാര്യമില്ല. ചിന്തകൾ ആർക്കാണ് ഉണ്ടായത് എന്ന് മാത്രം അന്വേഷിച്ച് ആ ഞാനിനെ കണ്ടെത്തുക. ആ ഞാൻ എവിടെ നിന്ന് പൊങ്ങി വന്നു എന്നറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഉത്തരം ലഭിക്കാനല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മളായി നിലകൊള്ളാൻ മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ടു ബി യുവർ സെൽഫ്. ഞാനെന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ ആരോ, അതിൽ ഉറച്ചു നിൽക്കുക. പതുക്കെ കണ്ണൽ തുറക്കും. ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ് നൗ. ഓക്കെ, താങ്ക് യു സോ മച്ച്.